പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാനീശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ അലർജി രോഗവുമായിട്ട് വന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി, ആ മകൾക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കും, കണ്ടാൽ കൊള്ളാം, അതുപോലെ തന്നെ നല്ല കുടുംബത്തിൽ നല്ല സമ്പത്തുണ്ട്. പക്ഷേ ഭക്ഷണം അലർജിയാണ്, എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. ആ മകളെ അവിടെ അമ്മയോടുകൂടി പ്രാർത്ഥനാ സഹായം തേടി വെള്ളിയാഴ്ച വന്നപ്പോൾ ഞാൻ അവൾക്ക് 3 തിരുവചനം നൽകി. ആ തിരുവചനം ഇപ്രകാരമാണ്: ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം തിരുവചനം, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. ഈ 3 തിരുവചനം അവൾക്ക് എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീ ഇത് പറ്റുന്നിടത്തോളം പ്രാവശ്യം ഓരോ ദിവസവും വിശ്വാസത്തോടെ ഉരുവിടാൻ പറഞ്ഞു. പിന്നെ അവൾക്ക് ഉപയോഗിക്കാൻ ഇച്ചിരി എണ്ണ, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി ഹന്നാം ഇപ്പം കാശുരൂപം ഒക്കെ നൽകി. അങ്ങനെ നൽകി അവളെ പറഞ്ഞയച്ചു. പിറ്റേ വെള്ളിയാഴ്ച അവളും അവിടെ അമ്മയും സന്തോഷത്തോടെ വന്ന് പറഞ്ഞു, കഴിക്കാൻ പറ്റാതിരുന്ന പല ഭക്ഷണങ്ങളും കഴിച്ചിട്ടും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാനിത് ലോകത്തിന് മുമ്പിൽ ഈ സാക്ഷ്യം നൽകുമ്പോൾ ഈ 3 തിരുവചനം ഒത്തിരി അനുഗ്രഹമുള്ള തിരുവചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഏത് തടസ്സങ്ങളും മാറും. അത് രോഗം തന്നെ ആയിരിക്കണമെന്നില്ല, മറ്റേത് തടസ്സങ്ങളുണ്ടെങ്കിലും, ജോലി തടസ്സമാകാം, ഉയർച്ചയില്ലാത്തതാകാം, നമുക്ക് ആവശ്യമായ ശമ്പളം കിട്ടാത്തതാകാം, അതിലെ കുടുംബത്തിൽ സമാധാനമില്ലാത്തതാകാം, നമ്മൾ ഉദ്ദേശിക്കുന്ന മക്കൾ വളരാത്തതാകാം. എന്ത് വന്നാലും വിശ്വാസത്തോടെ ഈ 3 തിരുവചനവും വിശ്വസിച്ച് പല ആവർത്തി ഒന്ന് ഉരുവിട്ടെ. ആ ദൈവവചനം എവിടെയാണെന്ന്, അല്ലെങ്കിൽ ബൈബിളിൽ എവിടെയാണെന്നുള്ളത് അത് ഏറ്റുപറഞ്ഞ് ഒന്നുരുവിട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി വിടുതലുണ്ടാകും, ഒത്തിരി സൗഖ്യങ്ങളുണ്ടാകും. എൻ്റെ അടുത്ത് വന്ന പല മക്കൾക്കും ഞാൻ പ്രത്യേകമായ വിധത്തിൽ, വിശേഷമായ വിധത്തിൽ എഴുതി കൊടുക്കുന്ന തിരുവചനമാണിതെല്ലാം. അപ്പോൾ ഒത്തിരി പേർക്ക് വ്യത്യാസങ്ങൾ വന്നു പോകുന്നു. അതുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ ശക്തി അത് വലുതാണ്. മരുന്നോ ലേപനോഷധമോ ഒന്നുമല്ലല്ലോ, എല്ലാവരും സുഖപ്പെടുത്തുന്നിടത്ത് വചനമാണല്ലോ. കാരണം ജീവൻ്റെയും മരണത്തിന്മേൽ അവിടത്തേക്കാണ് അധികാരമുള്ളത്. അപ്പോൾ ഈ വിശ്വാസത്തോടെ ലോകത്തിലെ വേദനകളിലൂടെ എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കാൻ അല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രത്യാശയോടെ ആഗ്രഹിക്കുക, മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് സൗഖ്യം നേടാനാണ്. ദൈവം സുഖപ്പെടുന്ന കർത്താവാണ്, അവിടുന്ന് കാരുണ്യമുള്ള കർത്താവാണ്, അവിടുന്ന് അവിടുത്തെ വചനമയച്ച് എല്ലാ രോഗികളും സുഖപ്പെടുത്തുന്നയാളാണ്. ഈ വിശ്വാസത്തോടെ എല്ലാ തകർച്ചയിൽ നിന്ന് കരകയറുവാൻ നമുക്ക് ഈ ശക്തമായ 3 തിരുവചനം സ്വന്തമാക്കാം, അത് മനഃപ്പാഠമാക്കാം, അത് പ്രയോഗത്തിൽ കൊണ്ടുവരാം. ദിവികാനനാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. തിരുത്തിന് സംരക്ഷണം, കുരിശിന് സംരക്ഷണം ഞങ്ങൾക്ക് അവകാശമായി തീരട്ടെ. ദൈവവചനമാകുന്ന ആ വാൾ എടുത്ത് ഞങ്ങൾ ജീവിതത്തിൽ വിജയം നേരട്ടെ. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്